ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പുളിയിഞ്ചിയാണ്. ഇത് കണ്ണൂർ സ്റ്റൈൽ ഒരു പുളിയിഞ്ചിയാണ്. ഞാനിതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ കണ്ണൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഞാനിതിൽ എൻ്റേതായ ഇഷ്ടങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യാറ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് തുടങ്ങാം. അതിന് മുമ്പേ ഞാൻ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തത് 100 ഗ്രാം വാളൻ പുളിയാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളി. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിയാണ്. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് എടുത്ത് വെച്ചതാണ്. അതിലേക്ക് ഞാൻ 50 ഗ്രാമാണ് ഇഞ്ചി എടുക്കുന്നത്. നമ്മൾ അളവ് കറക്റ്റ് ആയിരിക്കണം. 100 ഗ്രാം പുളിക്ക് 50 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കണം. വളരെ ചെറുതായിട്ട് തന്നെ കൊത്തിയരിഞ്ഞെടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ പച്ച ടേസ്റ്റ് മാറിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന അത്രയും നല്ലതാണ്. അതുകൂടാണ്ട് നമ്മൾ ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി കൂടിയുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന രീതി. 2 വിധത്തിൽ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട്, ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി. ഞാനിപ്പോഴും കാണിക്കുന്നത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ രീതിയാണ്. അടുത്തത് ഇതിലേക്ക് ഞാൻ 5 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് 5 എടുത്തത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പക്ഷേ കുറച്ച് എരിവോട് കൂടെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞാനിതിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ശർക്കര, അല്ലെ എൻ്റെ നാട്ടിൽ വെല്ലം എന്നാണ് പറയുക, വെല്ലം ചേർക്കുന്നുണ്ട്. 50 ഗ്രാം വെല്ലമാണ് ചേർക്കുന്നത്. വെല്ലം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ്. എല്ലാ ടേസ്റ്റുകളും ഒന്നിച്ച് ബാലൻസ് ചെയ്തിട്ട് വരണം. മധുരമായാലും പുളിയായാലും എരിവായാലും നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് തന്നെ വരണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതിൽ 2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതുകൂടാണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലൊരു കളർ കൊടുക്കും. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അതുപോലെ ചേർത്താൽ മതി, പക്ഷേ നല്ലൊരു കളർ കൊടുക്കും അത്. കുറച്ച് ഉപ്പ്, വറ്റൽമുളക്, അതുപോലെ തന്നെ കടുക്, ഉലുവ നോർമലായിട്ട് പല സ്ഥലങ്ങളിലും ചേർക്കാറില്ല, പക്ഷേ എൻ്റെ നാട്ടിൽ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർത്തിട്ടാണ് ചെയ്യാറ്. അതിന് പ്രത്യേകിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിലേക്ക് അതുകൂടാണ്ട് ഞാൻ ചേർക്കുന്നത് കായമാണ്. കായം ഒരു 1/4 ടീസ്പൂൺ മതിയാവും, അത്ര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു മൺപാത്രം എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നമ്മൾക്കിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടി വരും. നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് പുളിവെള്ളം നന്നായിട്ട് വറ്റി അതിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒന്ന് മേലെ കാണുന്ന വിധത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോഴേ നമുക്കത് കുറച്ച് കൂടുതൽ ദിവസം അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ചില വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം, പഴക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നല്ലതുണ്ടാവില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്താലാണ് അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇപ്പോൾ എല്ലാം വെടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാനിവിടെ 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത്, അതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഞാനിവിടെ മുറിച്ച് വെച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഏകദേശം ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇഞ്ചി ചേർത്തിട്ട് ഇഞ്ചി നന്നായിട്ട് വയന്ന് വരണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം. അത് മെയിനാണ്. ഇഞ്ചി നന്നായിട്ട് വയന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഇഞ്ചിയുടെ ഒരു പച്ചക്കൊത്തുണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്ന വിധത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ അടുത്തത് ഞാനിവിടെ മുറിച്ച് വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം. ഞാനിതിപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ സമയം വഴറ്റുന്നത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളിതിൽ ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതൊന്നിച്ച് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടാം. നിങ്ങൾ നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ അത് ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമില്ല പോലെ ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് പുളിയിഞ്ചി കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും, നല്ലൊരു കളറെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ സാധാരണ ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്
ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ഇട്ടതിന് ശേഷം അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. അതിൻ്റെ അതും പച്ചമണമൊക്കെ മാറിക്കിട്ടണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിതിലിപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറിക്കിട്ടുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം. അടുത്തത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കരച്ച് വെച്ച ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഏകദേശം 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വേണം ഇതിന്. നമ്മുടെ പുളി നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു പുളീൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നത്. ഈ സമയം ഇതിൽ വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ ടൈം എടുക്കും നന്നായിട്ട് വറ്റി വരണമെങ്കിൽ. അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ തിളക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റിൽ കൂടുതലായി. അപ്പോൾ ഈ സമയം നമ്മൾക്കിതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ 100 ഗ്രാം പുളിക്ക് 50 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് നല്ല കല്ലില്ലാത്ത ഒരു പൊടിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല ശർക്കരയാണ്. അപ്പം ഞാൻ ഇത് ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശർക്കര നല്ലതാണോ എന്ന് നോക്കിയിട്ട് വേണം ഡയറക്റ്റായിട്ട് ചേർക്കാൻ. ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ചേർക്കണം. അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നുകൂടെ കുറുകി വരണം ഇത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ശർക്കരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ലൈറ്റായിട്ട് ഒന്നുകൂടെ കുറുകിയതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഇത് തണുക്കുമ്പോൾ പിന്നെയും നന്നായിട്ട് കുറുകി വരും, ഒന്ന് വറ്റി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ശർക്കര ഇവിടെ 50 ഗ്രാമാണ് പറഞ്ഞെങ്കിലും ഞാനിതിൽ കുറച്ച് എക്സ്ട്രാ ചേർത്തിന്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത് ആ മധുരത്തോട് കൂടിയാണ് ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് തോന്നാറ്. ഞാൻ കുറച്ച് കൂടുതൽ എപ്പോഴും ചേർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം പുളി എടുക്കുമ്പോൾ 50 ഗ്രാം ശർക്കര എന്നുള്ള ഒരു അളവുണ്ട്. അപ്പോൾ ആ ഒരു അളവ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഇത്. നമ്മൾ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിതിൽ കുറച്ച് കായം ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതിയാവും. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഉലുവ കുറച്ച് വറുത്ത് പൊടിച്ചത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യാത്ത രീതിയാണ്, പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴേ എനിക്കിത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇവിടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കട്ടെ, കാരണം നമ്മൾ കറിവേപ്പില പച്ചയായിട്ട് ചേർത്താൽ അതിനൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ലേ. ഇത് നമ്മളെല്ലാം ഡ്രൈ ആക്കി എടുക്കുന്നില്ലേ. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിൽ കിടന്നിട്ട് ഇത് പിന്നെയും നന്നായിട്ട് തിളച്ച് ഇതുപോലെ ഒന്നുകൂടെ കുറുകും. നല്ല ചൂടുണ്ടാവും ഈ പാത്രം. കുറച്ച് സമയം വരെ നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ടാവുക. അപ്പം ഞാനിവിടെ പുളിയിഞ്ചി ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം എടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരളവിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ അളവ് വന്നിട്ടുണ്ട്. നമ്മളത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയ ടൈം കുറച്ച് ലൂസായിട്ടുണ്ട് ഇനി. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോർമലായിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുറച്ച് കൂടുതൽ ദിവസം പുറമെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 1 മാസത്തിൽ 2 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സദ്യ സ്പെഷ്യലായിട്ടില്ലേ, സദ്യക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൂടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.